ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനുള്ളത് മദീനയിലാണ്. ഞാൻ ഈ വ്ളോഗിലൂടെ എൻ്റെ മദീനയിലെ കുറച്ച് ദിവസങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കണേ. ജസ്റ്റ് പ്രോപ്പറായിട്ടൊരു വ്ളോഗ് പോലെ എടുത്തിട്ടൊന്നുമില്ല, പക്ഷേ ഓർമ്മ കിട്ടുന്ന പോർഷൻസ് എടുത്തതൊക്കെ കൂട്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കട്ടെ. സോ ഒന്ന് കണ്ടു നോക്കി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നോമ്പ് 6th നോമ്പാണ്. ഞാനിപ്പോൾ ഉള്ളത് മദീന എയർപോർട്ടിലാണ്. ഇന്ന് മോർണിംഗ് ഒരു 4:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് വഴി ദുബായിയൊക്കെ പോയി ഇപ്പോൾ മദീനത്തെത്തി. ഇപ്പോൾ ഇവിടെ സൗദി ടൈം 3:30, അതായത് നാട്ടിൽ 5:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് മദീന എയർപോർട്ട്. ഞാനും ഹസ്ബൻഡും കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ റംസാൻ കംപ്ലീറ്റ് ഇവിടെ മക്കത്തും മദീനത്തുമായിട്ട് കൂടാമെന്നാണ് വിചാരിക്കണത്. സോ വ്ളോഗ് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എടുക്കുന്ന വ്ളോഗ്, ഓർമ്മ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന വ്ളോഗ് ഇൻഷാ അല്ലാ അതുപോലെ അപ്ലോഡ് ചെയ്യാം, ഒന്നിച്ച് കൂട്ടിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നോക്കി നോക്കാം. ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി സംസാരിക്കണം. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ നോക്കി സംസാരിച്ച് കഴിഞ്ഞാൽ മറ്റേ ഐയുടെ കോണ്ടാക്റ്റ് മാറും. നേരത്തെ എടുത്ത 2 വീഡിയോസിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങനെ നോക്കാം. ഇതാണ് മദീന എയർപോർട്ടിൻ്റെ ഔട്ട് സൈഡ് ലുക്ക്. ഇവിടെ പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഒരു അടിപൊളി പള്ളിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ടാക്സി ഡ്രൈവറെ വെയിറ്റ് ചെയ്യാണ്. ആക്ച്വലി ഇവിടെ ബസർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ റൂമിലേക്ക് പോകണം. അസ്സലാമലൈക്കും. വ്ളോഗാണ്. മദീനയിൽ നമ്മുടെ 3ാമത്തെ ദിവസമാണ്. നമ്മൾ ഹറമിൽ പോയോണ്ടിരിക്കുകയാണ് അല്ലേ. അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരം നടക്കാനുള്ളൂ. റൂമിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോൾ റൂമിലെത്താനായിട്ടുണ്ട്. അസർ നമസ്കാരം തുടങ്ങി. അസർ ജമാഅത്തായിട്ട് കിട്ടിയില്ല. ഓക്കെ, ഇത് ബിലാൽ പള്ളിയുടെ സൈഡിലാണ് ഞങ്ങളുടെ റൂം വരുന്നത്. ഗേറ്റ് നമ്പർ 165. ഓക്കെ, അപ്പോൾ മഗ്‌രിബ് ഇഫ്താർ ഇവിടുന്നായിരിക്കും. ഇഫ്താർ കഴിഞ്ഞ് തറാവിയും കഴിഞ്ഞ് ഇവിടുന്ന് പോയുള്ളൂ. ഇതൊക്കെയാണ് നമുക്ക് ഇഫ്താറിന് ഇവിടുന്ന് കിട്ടുന്നത്. റൊട്ടി ഉണ്ടാവും, നമുക്ക് വെള്ളം
ഗൈസ്. അപ്പോൾ ഇഫ്താറിന് ഇവിടുന്ന് കിട്ടുന്ന പാക്കിൽ എന്തൊക്കെ ഉണ്ട് കാണിച്ചു തരാം. ഇതാ ഇതുപോലത്തെ ഒരു റൊട്ടി കിട്ടും. റൊട്ടി പിന്നെ ഇത് കഹ്വയാണ്. ഇവിടെ അറബിക് പെണ്ണുങ്ങൾ ഫ്ലാസ്കിൽ കൊണ്ടുവരണം. കഹ്വ ഉണ്ടാവും, അതുപോലെ ഷായ് ഉണ്ടാവും, അതുണ്ടാവും ഫ്ലാസ്ക്. അതുപോലെ ഇങ്ങനെ ഓരോരുത്തർ ഫ്ലാസ്കുകളിൽ കൊടുത്തിട്ട് നമുക്ക് തരുന്നതാണ്. പിന്നെ ഇത് അൽമറായുടെ നല്ല ഫ്രഷ് യോഗട്ടാണ്. ഇതുണ്ടാവും. ഇത് നമ്മൾ എന്തിൻ്റെ കൂടെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ മദീന ദുഃഖ എന്ന് പറഞ്ഞിട്ടൊരു പൗഡറാണ്. ഇവിടുത്തെ സ്പെഷ്യൽ പൗഡറാണ്. അത് നമ്മൾ യോഗട്ടിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കൂട്ടിയിട്ട് നമുക്ക് ഈത്തപ്പഴം കഴിക്കാം, അതുപോലെ തന്നെ ബ്രെഡും ഇതിൽ കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതിൽ ഈ പാക്കിലുള്ളത് ഇത് സംസം വെള്ളമാണ്. ഒരു ബോട്ടിൽ സംസം വാട്ടർ കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു പാക്ക് ഈത്തപ്പഴം, ഇതിലൊരു 5-6 പീസ് ഈത്തപ്പഴം ഉണ്ടാവും. അതുപോലെ ഒരു ടിഷ്യൂ ഉണ്ടാവും. ഒരു പീസ് പോലെ ഒരു സംഭവം. അതുപോലെ തന്നെ ഒരു ഡേറ്റ്സിൻ്റെ വേറൊരു സംഭവം. ഓക്കെ, ഒരു ബിസ്ക്കറ്റ് പോലെ. പിന്നെ ഒരു സ്പൂൺ ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ പാക്കിലുള്ളത്. അസ്സലാമു അലൈക്കും. അപ്പം നമ്മളുള്ളത് മദീനയിലെ ഒരു ഓൾഡ് സൂക്ക്. പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. പണ്ടത്തെ മദീനയിലെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ഡിസൈനിൽ, അതുപോലെ സെറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണിത്. കംപ്ലീറ്റ് മാർക്കറ്റും കാര്യങ്ങളും എല്ലാം അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പ് മോയിസിലത്ത് ഓൾഡ് സൂക്ക് മദീന. ഇതിൽ നിന്നിട്ട് ഒരുപാട് ഷോപ്പ് കാര്യങ്ങൾ ഒക്കെയാണ് ഉള്ളത്. ഇതിൻ്റെ 2 സൈഡിലും ഷോപ്സ് ഉണ്ട് കേട്ടോ. പഴയ മദീന അങ്ങാടിയിൽ വന്ന പോലത്തെ ഒരു ഫീലാണ്. ദൂരെ നല്ല ഭംഗിയുള്ളൊരു പള്ളിയുണ്ട്. എന്താ പരിപാടി? അപ്പൊ ഇതിനെ ഉണർത്താ വിചാരിച്ചു അല്ലേ? ഉറങ്ങാൻ പോണി ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഉറങ്ങാണ്ടൊരു ടെൻഡൻസി ചെയ്ത് കൊടുക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് ഓൾഡ് സൂക്ക്? എങ്ങനെയുണ്ട് ഓൾഡ് സൂക്ക്? ഒന്നും പറയാനില്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതായിരുന്നു ഓൾഡ് എന്നുള്ളത് നമുക്കിപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ക നാച്ചുറലായിട്ട് സെറ്റ് ചെയ്തു. അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ടൈമില്ല, ഞങ്ങൾ പോവാണ്. ബൈ ബൈ ബൈ.
ഇതെടുക്കണ്ടൊക്കെ ഞാൻ എടുക്കില്ല. ഇപ്പം എടുക്കണില്ല, പിന്നെ നോക്കാം അല്ലേ. സോ ഗൈസ്, ഞങ്ങൾ ഇനി അസ്രംസ്കരിക്കാൻ പോവാണ്. നമ്മൾ വന്നിട്ട് എത്ര ദിവസമായിക്കാം? 4 ദിവസം. 4 ആക്ച്വലി 1 വീക്ക് ആവാനായിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ വ്ളോഗ് മര്യാദക്ക് പ്രോപ്പറായിട്ട് എടുക്കലില്ല. ഓർമ്മ കിട്ടുമ്പോൾ എടുക്കുന്ന വീഡിയോസാണ്. അപ്പം എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ ഇടാം. അതായിരിക്കും ബെറ്റർ അല്ലേ? എന്താ പറയാനുള്ളത്? പറയാനുള്ള ഗൈസ്, ബൈ. ഇനി ഓർമ്മ കിട്ടുമ്പോൾ അടുത്ത പോർഷനിൽ വരാം. വെറൈറ്റി ബസ്സുകൾ കാണുന്നുണ്ട് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാം. നമുക്ക് ഇവിടെ വന്ന സിം എടുക്കാനുള്ള കൗണ്ടേഴ്സാണത്. ഓരോ കമ്പനിയിലുണ്ട്. ഇത് മസ്ജിദ് അൽ മുസല്ല. ഓക്കെ, അതാണ് ഇത്. ഇത് ഗേറ്റ് നമ്പർ 310. ഞങ്ങൾ സ്ഥിരമായിട്ട് 365 വഴിയാണ്. ആ ഭാഗത്താണ് അവിടെ റൂം വരുന്നത്. ഞാൻ സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ വരുന്ന ഏരിയ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെയായിട്ടാണ് ഇപ്പോൾ ഞാൻ വരാറുള്ളത്. ഇതാ 30, 29, 28 ഈ ഒരു ഭാഗത്തായിട്ടാണ് എപ്പോഴും ഞാൻ. എൻ്റെ സ്ഥിരം ഏരിയയാണിത്. ഇതിൻ്റെ അകം കൂടെ കാണിച്ചു തന്നിട്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നതാണ്. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാം സംസം വെള്ളമാണ്.
ബഹൂറിൻ്റെ സ്മെല്ല് ചെക്ക് ചെയ്യണേ. കൊള്ളാവോ? അത്ര ഇവിടെ മറ്റേ അച്ചാറിട്ടച്ച പോലെ വെച്ചിരിക്കണേ കേട്ടോ പാത്രങ്ങളിൽ. പാനിപൂരിയാണ് ഇവിടെ ഹൈലൈറ്റ്. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.